Do you guys have like a recommended route or anything that you would suggest seeing today? Not in particular. There's a lot of places throughout the park that are cool. There's not like one place. Although Old Faithful is probably the most. So you gotta keep that receipt. That's your capacity on stuff for 7 days. Oh. When we come back in. Garden. Put this in the dashboard. After she's done, put it in the dashboard. അപ്പൊ ഇപ്പൊ നമ്മള് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ കടന്നോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലേക്ക് കിടന്നിട്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ ഡ്രൈവ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നണം ഒരു 2-3 ദിവസം ഡ്രൈവ് ചെയ്താലും തീരില്ല ഈ പാർക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അവിടേക്ക് നോക്കി നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ പോണതുണ്ടല്ലോ 2 സൈഡിലും മലയുടെ സൈഡിൽ കൂടെയാണ് നടുക്കിൽ കൂടെയാണ് റോഡ്. അതിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ബ്ലാക്ക് കളറല്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഈ ചുവന്ന കളറില്ലേ നമ്മുടെ നാട്ടിലെ പശുവിൻ്റെ ഒരു കളറുണ്ടല്ലോ. വലിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. രസമുണ്ട്. കുഞ്ഞുങ്ങൾ കിടന്നിട്ട് ഓടി കളിക്കുന്നുണ്ട്. അവർക്ക് എന്താ സുഖം. വേണ്ട സ്ഥലമല്ലേ. ഈ കുഞ്ഞുങ്ങളാണ് പിടിച്ചോണ്ട് വീട്ടിൽ വളർത്താൻ. നമ്മളായിട്ട് മെരുങ്ങോ തൈ നിന്ന് നമുക്ക് പണി തരും. ഇവിടെ ചിമ്പുകെട്ട് നമുക്ക് പണി തരും. എത്ര പേരുണ്ട്? 1 2 3 4 5 6 7. മണ്ണത് കളിക്കണേ. മണ്ണിൽ കിടന്നിട്ട് കളിക്കുന്നത് പുക പോലെ കുഞ്ഞുങ്ങളോട് കിടന്നിട്ട് ഓടി കാണുന്നുണ്ട്. എന്താ രസം ലൈഫ്. അതിന്റെ പുകയാണ് പോണേട്ടോ. സ്കൂളിലൊന്നും പോണ്ട. വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട. ക്ലീനിങ്ങൊന്നും ഇല്ല. വേറെ പണികളൊന്നും ഇല്ല. ഇങ്ങനെ നടക്കാം. സുഖാണ് ലൈഫ്. പഠിക്കണ്ട, ജോലിക്ക് പോകണ്ട.
ഈ വൈറ്റ് പൊടി ആ ഈ വെള്ളപ്പൊടി നമ്മള് വിചാരിക്കും വെള്ളം ഇരിക്കും പെട്ടെന്ന് കണ്ടപ്പോ കുഞ്ഞുങ്ങള് എന്തൊക്കെയാ കാണിച്ചു കൂട്ടണവര് ദേവി എഴുന്നേക്കണ ഒരാള് ആനമന്ത കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അത് കുഞ്ഞുങ്ങളെ അതേപോലെ കിടന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ മറിഞ്ഞു വീഴുന്നുണ്ട് അവിടെ അപ്പൊ ഈ അടുത്ത് നമ്മള് ഇവിടെ ഒരു ഗൈസർ ഉണ്ട് അത് കാണാനായിട്ടാ പോണത് ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ പുക പോലെ ഇങ്ങനെ വരുന്നത് അതാന്ന് തോന്നണം അവിടെ കാണണേന്ന് തോന്നിയിട്ടാണ് അതിങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല എല്ലാ 90 മിനിറ്റ്സിലാണ് അത് ഉണ്ടാവുക അപ്പോൾ അവിടെ കാണുന്നുണ്ട് അതാന്ന് തോന്നുന്നത് കണ്ടില്ലേ പുക പോലെ അടിയിൽ നിന്ന് ഭൂമിയുടെ അടിയിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുമ്പള പോലെ വന്നോണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണല്ലേ ഇത് ഇതേപോലെ ഇങ്ങനെ നീല കളർ വെള്ളമായിട്ട് വെള്ളം കടന്നിട്ട് ഇങ്ങനെ തിളയ്ക്കണത് ഇത് ഈ ഇവിടെ ഇങ്ങനെ പല വലിപ്പത്തിലുള്ളതുണ്ട് കേട്ടോ ഏറ്റവും വലിയത് വേറെ ഒരെണ്ണമുണ്ട് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഏറ്റവും അവസാനം എത്താം ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടതാണ് ഒരെണ്ണം ഇതായിരുന്നാലും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും ഇങ്ങനെ വെള്ളമൊക്കെ കടന്നിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ വലിയ ഗൈസർ വേറെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകും അവിടെ ഉണ്ട് കേട്ടോ അതേപോലത്തെ ഒരെണ്ണം ഇവിടെ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്ലൂ കളറാട്ടോ വെള്ളം അങ്ങനെ തിളച്ചിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ബബിൾസാക്കി വരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് രസമാണ് സൈഡിൽ അരുവത്തെ കളർ നല്ല ബ്ലൂ കളർ നല്ല സഫയറിൻ്റെ കളറാണ് ആ വെള്ളത്തിൻ്റെ കളർ ഇവിടെ കിടന്നിട്ടുണ്ട് ഈ കളർ വന്നിരുന്നു ഇവിടെയാ അടേ അപ്പോൾ എൻ്റെ ഫോട്ടോ എടുത്തരാ ഇതിൻ്റെ സെൻറ്ററിൽ അവിടെ ഉണ്ടല്ലോ നല്ല വെള്ളത്തിൻ്റെ കളർ മാറിയിട്ടില്ല നല്ല ബ്ലൂ കളറില്ല അവിടെ ഭയങ്കര ഡീപ്പായിട്ടാണ് ഇരിക്കുന്നത് ഓ ഇതിൻ്റെ ഉള്ളിലൊക്കെ വീണ് പോയി എന്താ സ്ഥിതിൻ്റെ ഇതാട്ടോ മഡ് പോട്ട് അതിൻ്റെ ഈ ബബിൾസ് പോലെ വരുന്നുണ്ടല്ലേ നിറച്ച് മഡാണ് അതിനകത്ത് നിറച്ചിങ്ങനെ ചെളിയാണ് അതുകൊണ്ട് ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ തിളച്ചിട്ടേ ഈ അതിനകത്ത് വെള്ളമൊന്നുമില്ല അപ്പം ഈ ചെളി കിടന്നിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ കിടന്നിട്ട് പൊന്തണത് കണ്ടില്ലേ നല്ല മഡായിരിക്കും ഇവിടെ മാസ്ക് ആയിട്ടിടെ Scoop some up, bottle it up. Put some in your pocket. Take a souvenir. Oh, okay. That's all you. This is all you. ഇത് പിന്നെ നമ്മളിങ്ങനെ നടന്നു പോണ വഴിക്ക് ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഈ പാർക്കിലേക്ക് കിടന്നപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോണ വഴിക്കായിരുന്നാലും പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കിടന്നിട്ട് പുകയണത് കാണാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്നും അടുപ്പിൽ തീ കത്തിച്ച പോലെ ഉണ്ട് കേട്ടോ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ
ഇവിടെ ഉണ്ട് കേട്ടോ വേറൊരു ഗൈസർ. ഇത് നോക്കിക്കേ, ഇതൊക്കെയും ഭൂമിയുടെ അടിയിൽ നിന്ന് പൊന്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മറ്റേ ഇങ്ങനെ വെള്ളം വന്നിട്ട് നമ്മൾ കാണില്ല, അതല്ല കേട്ടോ. അത് ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കിടന്ന് തിളച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കൊണ്ട് ഇരിക്കുന്നതാ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൽ തൊട്ടടുത്ത വെള്ളത്തിനെങ്കിൽ നല്ല ബ്ലൂ കളറുണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് അത്രയ്ക്കും ബ്ലൂ കളറില്ല. ഇടയ്ക്ക് കുറച്ചും കൂടി വലിയതായിട്ട് ഇങ്ങനെ വന്ന് പൊന്തിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ മുകളിലേക്ക് പോകണത് നോക്കിക്കേ. അവിടേക്ക് വെള്ളം കണ്ട് തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാറ്റാണ്ട് മാറുമ്പോൾ കാണാൻ വെള്ളമൊക്കെ ഇതിനുള്ളിൽ കിടന്നിട്ട് തിളച്ച് മറിയുന്നത് കണ്ടിട്ട് അത് ചില സമയത്ത് നമുക്ക് അതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ചൂടായിരിക്കട്ടെ ഇതിനുള്ളിൽ. അതിൽ കൂടെ വെള്ളം വീഴുന്നുണ്ട് അവിടെ. ആ അത് നല്ല ചില സ്ഥലത്ത് ഭയങ്കര ഡാർക്ക് ബ്ലൂ. അവിടുന്ന് വെള്ളം വീഴുന്നുണ്ട്.
ഈ സൺഗ്ലെയർ തന്നെ നമുക്ക് കാണാൻ പറ്റും. പല കളറായിട്ട് പല ബ്ലൂവിൻ്റെ ഷെയ്ഡുണ്ട്. ചില സ്ഥലത്ത് എനിക്ക് അവിടെ എന്തോരം കാണാൻ പറ്റുന്നറിയില്ല. നല്ല ഡാർക്ക് ബ്ലൂ ആട്ടെ, പിന്നെ വേറൊരു തരം ബ്ലൂ, പിന്നെ വേറെ ഭയങ്കര ലൈറ്റായിട്ടുള്ള ബ്ലൂ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സൺഗ്ലെയർ വരെ. ഇതാട്ട ലോകത്തിലെ 3ാമത്തെ ഈ ചൂട് നീരുറവയാണ് ഇത്. ഇതിനെ പറയുന്നത് ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ് എന്നാട്ട് ഇതിനെ പറയുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇതിന് നല്ല ഇതുണ്ട് കേട്ടോ, അതിന് നല്ല ആഴമുണ്ട്. ഇതിന് 21 അടി ഡീപ്പാണ് ഇത്. പിന്നെ ഇതിൻ്റെ വെള്ളത്തിന് നല്ല ചൂടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 87 ഡിഗ്രി സെൽഷ്യസാന്ന് തോന്നുന്നു ഈ വെള്ളത്തിൻ്റെ ചൂട്. നമ്മളടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ചില സമയത്ത് കാറ്റ് വരുമ്പോഴുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂട് വന്നിട്ട് നമ്മുടെ മേത്തേക്കൊക്കെ നമുക്കിങ്ങനെ അടിക്കുന്ന ഫീൽ ചെയ്യും നമുക്ക്. നല്ല ഓറഞ്ച് കളർ. പിന്നെ അവിടെ ഇങ്ങനെ റെയിൻബോ ആയിട്ട് കാണുന്നില്ലേ, അത് ഈ ഭയങ്കര ഇവിടെ നല്ല ചൂടാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ നല്ല ചൂടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പലതരത്തിലുള്ള ബാക്ടീരിയകളാണ് അത്ര ഇതിന് ഈ റെയിൻബോ കളർ കൊടുക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ ഭയങ്കര നല്ല ഡാർക്ക് കളറായിട്ട് നിൽക്കുമ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ ലൈറ്റ് കളറായിട്ട് ഓറഞ്ച് കളറായിട്ട് കാണുന്നില്ലേ, അത് നല്ല ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് അതനുസരിച്ചിട്ട് നന്നായിട്ട് ചൂട് കൂടിയിട്ടിരിക്കും അത്രേ. ലൈറ്റായിട്ടുള്ള സ്ഥലത്ത് അതിനേക്കാളും ചൂട് കുറവായിട്ടിരിക്കുന്ന സ്ഥലത്താണ് അത്ര ഇങ്ങനെ ലൈറ്റ് കളറായിട്ട് കാണണത്. ഇങ്ങോട്ടേക്ക് വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. പല കളറുകളും. പിന്നെ Siéntate si quieres, siéntate. Hazte para adelante, siéntate, vale con eso. ഈ യെല്ലോ കളർ നോക്കി, യെല്ലോ അല്ല കേട്ടോ, ഇത് ഓറഞ്ച് ആട്ടാ. കാറ്റ് വരുമ്പോൾ എന്ത് ചൂട് കാറ്റാന്നറിയോ. ഇതിൽ കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു പാത്ത് പോലെ ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ മാത്രം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് അങ്ങനെ വീണിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വെള്ളത്തിന് ഭയങ്കര ചൂടാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സൂക്ഷിച്ചാണ് നടക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കാരണം ഇപ്പോൾ വെക്കേഷൻ്റെ സമയമുള്ള. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇവിടെ ഭയങ്കര ചൂടുള്ള സമയമാണ്, പക്ഷേ ഇവിടെ നല്ല തണുപ്പും വരും. ഇവിടെ നല്ല തണുപ്പ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സ്നോ ഒക്കെ വീഴുന്ന സമയത്ത് ഇവിടെ ചില സമയത്തൊക്കെ ഈ പാർക്കിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ നടക്കുമ്പോഴായിരുന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചിട്ട് നടക്കണം. പക്ഷെ നടക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്. അവർ അതേപോലെ നന്നായിട്ട് ഇങ്ങനെ കുറേ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ അതിൻ്റെ ആ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ നടക്കാനുള്ള പാത്തൊക്കെ ഇട്ടേക്കുന്നത്, അതൊക്കെ ആയിരുന്നാലും നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നുമില്ല ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും. Yeah, it doesn't. I want to know why that they're parking. This would be a good spot to stop for lunch. Speaking of, It says like on a map that there are restaurants here. oh, cool. The sunglasses will protect your eyes from the wind. Oh look, I see old. Faithful. There's no one else. Exit 1 mile. Gas, food and lodging. You can lodge inside. അപ്പോൾ ഈ അടുത്തത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോണത് ഇവിടെ തന്നെ വേറെ ഒരു ഗെയ്സറുണ്ട്. അത് എല്ലാ 90 മിനിറ്റ്സിലും അത് എറപ്റ്റാവും. അതിങ്ങനെ എന്താ പറയുക, നല്ല ഭയങ്കര ഹൈറ്റിൽ അതിങ്ങനെ
വെള്ളവും പിന്നെ ഈ ആവിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് നല്ല പൊക്കത്തിൽ തന്നെ അത് പൊന്തും. അപ്പോൾ അത് എല്ലാ 90 മിനിറ്റ്സിലും ഇതിങ്ങനെ ആ ടൈം വെച്ചിട്ട് ഇതിങ്ങനെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഇതിന് പേരിട്ടേക്കുന്നത് ഫെയ്ത്ത്ഫുൾ എന്ന്. ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ നമുക്കിങ്ങനെ സമയം നോക്കിയിട്ട് ആൾക്കാർ വരാം ഇവിടെ. കാരണം അത് ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 90 മിനിറ്റ്സ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റും കൂടി ഇനി വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നത്. അതിൽ നിന്നൊന്നും അറിയില്ല. കാരണം അവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും പോകുന്നത്. എല്ലാ 90 മിനിറ്റ്സിലും പൊന്തുള്ള പറഞ്ഞിട്ടുണ്ട്. It's a good bio. TikTok. What is it? Big ass goes Facebook. How long does it last? A minute? 2 minutes? What should be 2 spurts of water? അവിടെ പൊന്തി അവിടെ പൊന്തിയില്ലേ നീ? ആ പുകയിനോടത്തോട്ട് പൊന്തണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓൾഡ് ഫെയ്ത്ത്ഫുള്ള് ഗേസർ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്, ഭയങ്കര ഭംഗിയാണ്. കാരണം നല്ല മരങ്ങൾ, ഒറിജിനൽ മരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ അധികം പിടിച്ചില്ലാന്ന്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കും കൂടിയിട്ട് ഇഷ്ടമാവില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതും കൂടിയിട്ട് അങ്ങനെ പിടിച്ചത്. പിന്നെ ഈ ഓൾഡ് ഫെയ്ത്ത്ഫുള്ളിൻ്റെ ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ നമ്മൾ നടന്ന് പോണ വഴിക്കൊക്കെ മറ്റേ ഗേസറൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഓൾഡ് ഫെയ്ത്ത്ഫുള്ളിൻ്റെ അവിടെ ഞാൻ കുറേ നേരം നിന്നു. പിന്നെ ഇപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പൊന്തി കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിങ്ങനെ പിന്നെ സ്ലോ ആയി. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ച് ഫുഡ് കഴിക്കുന്ന അവിടേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ പിള്ളേരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് വൈകി അമ്മ പൊക്കോ, ഞങ്ങൾ വീഡിയോ പിടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നീനയാണ് അത് വീഡിയോ പിടിച്ചിട്ട് എനിക്ക് നീനയുടെ വീഡിയോ എന്നാണ് ഞാനിപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തെന്ന് കാണിച്ചിട്ട് അത് ഞാൻ ശരിക്കും നേരിട്ട് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനവിടെ അതിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ ആ സമയത്ത്. അപ്പോൾ അതായിരുന്നാലും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാനായിട്ട് അകലെ നിന്നിട്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, ആൾക്കാർക്ക് ഇരുന്നിട്ട് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവരും വണ്ടിയിൽ കയറിയ റെഡിയായ എല്ലാവരും കയറിയ
എനിക്ക് കുറച്ച് സ്ഥലം തരും. വേറെ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നീ ഇങ്ങോട്ട് പോലെ നാളത്തേക്ക് ഇറങ്ങി വരുമായിരുന്നു. വണ്ടി അനക്കല്ലേ? രണ്ടെണ്ണം ഉണ്ടോ? അതിന്റെ കുഞ്ഞുണ്ടോ അവിടെ? Right there, like right there. There's two of them. They're right there. You see them? ഏതാണ്ട് കൊണ്ടുവരുന്നുണ്ട്. Wet too. What do you get? Put it there. അവിടെ ഇട്ടോ, കൊച്ചവിടെ ഇട്ടോ, ചീത്ത പറയില്ലേ? Put it there. I don't think he understands your accent. ആ ഇയാളാണ് അവിടെ നിന്നിട്ട് പട്ടീനെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നിട്ട് മീൻ പിടിക്കുന്നതാണ്. ഫിഷിനെ കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലാണ് കുറെ പണി ചെയ്ത് തരും. ഈ പട്ടിയുടെ ബ്രീഡ് കിട്ടിയാ എനിക്ക് വാങ്ങട്ടെ അതിന് വന്നത്തിന്. നമ്മുടെ വീട്ടിൽ കുറെ ഹെൽപ്പ് ചെയ്യും നമ്മൾ തന്നെ. എന്നെ പണി ചെയ്ത് സഹായിക്കും. ടൈം ഇട്ടുണ്ടോ? സ്പീക്കർ പോലെ നീ അതിന്റെ ബ്രീഡ് ചോദിച്ചേ. Yeah, he's like, come on, guys. കണ്ട ഏറ്റെടുത്ത് ആ ഫ്രണ്ടിലോട്ട്
വയസ്സുണ്ടായി അവതരി പിന്നെ മേക്കപ്പ് ഒന്നും ഇടണ്ട ഒന്നും ചെയ്യണ്ടാവില്ല പക്ഷേ ഈ പൈസ കാണാത്ത ഭംഗിയില്ല ഒരു പിന്നെ അത്ര കുടിക്കണേ ഇല്ല Do you ever get headaches? Arena. Yeah. Why? I don't. Huh? I mean, yeah, sometimes we have headaches. I get them sometimes. But not all. അവിടെ പൈസ കിടക്കുന്നുണ്ട് ഭയങ്കര കാറ്റാ കാറ്റ് നല്ലതല്ല കേട്ടോ അത്ര തൊണ്ട വേണ്ടിട്ട് ഭയങ്കര തണുത്ത കാറ്റ് Roller coaster. This is Mary Mountain. ഇത് കണ്ടില്ല ശരിക്കും കാണില്ല അതുകൊണ്ട് Look in the mirror again. I feel like you need the cat eyes that Joshi's wearing. I didn't get cat eyes. No, the cat eye. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നില്ലേ ശരിക്കും അത് നേരിട്ട് കാണണം കേട്ടോ ശരിക്കും നേരിട്ട് നമ്മൾ ആദ്യത്തെ ഒരു കാഴ്ച ഉണ്ടല്ലോ കാഴ്ച കാണുമ്പോൾ ശരിക്കും നമുക്ക് എന്താ പറയുക ഇതേപോലെ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ വെള്ളമൊക്കെയാണല്ലോ കാണാറുള്ളത് ഇതിങ്ങനെ തിളച്ച് മറിയുന്ന വെള്ളവും പിന്നെ ആ വെള്ളത്തിൻ്റെ കളറും ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു പേടിയും പിന്നെ അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ആയിരുന്നു ഇനി ഞങ്ങളിവിടെ ഒരു 2 ദിവസം കൂടി ഉണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ അവരെനിക്ക് നമ്മുടെ ആസ്പിനെയും ചിമ്പുവിനെയും കോഴീനെയൊക്കെ നമ്മൾ തനിച്ചാക്കിയിട്ടാണല്ലോ പോന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് എപ്പോഴും മനസ്സിൽ അവരെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ അലീനയുടെ ഫ്രണ്ടിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലേ ചിമ്പുവിനെ അപ്പോൾ അവൾ എല്ലാ ദിവസവും കുട്ടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും അലീനേൻ്റെ മിക്ക ദിവസവും അവിടുന്ന് വീഡിയോ കോൾ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചിമ്പുവൊക്കെ സുഖമായിട്ട് ഇരിക്കണമെന്നാണ് പറയുന്നത് എന്നാലും നമ്മൾ വീടെത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര കൊതിച്ച് നിൽക്കുകയാണ് നമ്മൾ അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ